അടുത്തുള്ളവരെയുമായി ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ദേശനിവാസികൾക്കും വീണ്ടും വരുന്നവരായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പെന്തക്കോസ്ത് ഐക്യവേദിയിലെ ദേവരി ശാരാ ഫെലോഷിപ്പ് ട്രസ്റ്റിന്റെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സുവിശേഷണ പ്രവചനമാണ് ഈ പ്രദേശത്തെ കടന്നു വരുവാനിടയായിട്ടുള്ളത്. മാനസികത നമ്മുടെ ഈ ദേശം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യം നിത്യാനുകാലികമായ പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്താൽ നാം ആയിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരു അന്ത്യകാലത്തിലേക്ക് നാം വന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഇവർക്ക് മനസ്സിലാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ചിന്തിക്കുന്നത്. അത്രമാത്രം മനുഷ്യൻ ദൈവഭയമില്ലാതെ ഓരോരുത്തരും തങ്ങളുടേതായ ആഗ്രഹത്തിനും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഏതുവിധമായിരിക്കുന്ന പ്രവൃത്തികളും ചെയ്യുവാൻ സന്നദ്ധരായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതിന്റെ എല്ലാം മധ്യത്തിൽ അല്പനിമിഷങ്ങൾക്ക് യേശുക്രിസ്തു അറിയിച്ച സമാധാന സുവിശേഷം ഈ പ്രദേശത്തോടെ മുന്നോട്ടുവാൻ സർവാത്മന ആഗ്രഹിക്കുന്നു. നിങ്ങളെ സഭയെ ഞങ്ങളിലതിനായി ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിളിൽ എബ്രായർ 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഒരിക്കലും മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഈ വാക്യത്തിന്റെ 3 പദങ്ങളിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ വിശകലനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ, മരണം, ന്യായവിധി. മനുഷ്യൻ എന്ന പദത്തില് മനനം ചെയ്യുവാൻ കഴിവുള്ളവനെന്നാണ് അർത്ഥം. വളരെ മനോഹരമായ ഒരു പേരാണ് മനുഷ്യൻ. മനുഷ്യോൽപ്പത്തിയെ കുറിച്ചുള്ള ഏറ്റവും സത്യസന്ധമായ ഒരു വിവരണം നൽകുന്നത് ശാസ്ത്ര പുസ്തകങ്ങളോ മറ്റെങ്കിലും ഏതെങ്കിലും അത് ജർമ്മനികളോ അല്ലയോ ദൈവം മാനവജാതിക്ക് കൊടുത്ത തന്റെ വചനമായിരിക്കുന്ന ബൈബിളാണ് ഏറ്റവും കൃത്യവും വ്യക്തവുമായിരിക്കുന്ന സത്യസന്ധമായിരിക്കുന്ന അറിവ് നമുക്ക് തരുന്നത്. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് ഏതൻ പ്രതീക്ഷയിലവരെ ആക്കി വെക്കുവാൻ ഇടയായിത്തീർന്നു. തകരാറുടെ കൽപ്പന കൊടുത്തു, തോട്ടത്തിലെ സകല വിഷയങ്ങളെയും ഫലങ്ങൾ നിങ്ങൾക്ക് ഭുജിക്കാമെന്നാണ്. എന്നാൽ തോട്ടത്തിൽ നടന്നു നിൽക്കുന്ന നന്മതിന്മകളെ കുറിച്ച് അറിവ് വരുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ കഴിക്കരുത്. എന്നാൽ മനുഷ്യനെ വശീകരിച്ച് പിശാച് പാപിന്റെ രൂപത്തിൽ കടന്നുവന്ന് ദൈവിക കൽപ്പനകളെ ലംഘിക്കുവാനൊക്കെ മനുഷ്യനെ വശീകരിക്കുവാനും ദൈവം എന്ത് കൽപ്പിച്ചുവോ അത് ലംഘിക്കുവാനും ഇടയായിത്തീർന്നു. തൽഫലമായി മനുഷ്യൻ പാപത്തിന് അധീനനായിത്തീർന്നു. പാപത്തിന് അധീനനായി തീർന്നതോടുകൂടി അവൻ മരണത്തിനും അധീനനായി തീരുവാൻ ഇടയായിത്തീർന്നു. പാപമില്ലാത്തവരായി, മരണമില്ലാത്തവരായി ദൈവത്തെ പോലെ നിർമ്മിച്ച മനുഷ്യൻ ദൈവിക കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് ഭാവിയായി തീരുകയും തൽഫലമായി മരണത്തിന് അധീനനായി തീരുകയും ചെയ്യും. നമുക്കറിയാം, മരണമെന്ന് പറയുമ്പോൾ മനുഷ്യനായി ജനിച്ച ഏവരും ഒരിക്കൽ മരിക്കണമെന്നുള്ളത് ദൈവനിശ്ചയമെന്ന് ദൈവത്തിന്റെ നിർവചനം പറയുന്നു. പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, സമ്പന്നനാകട്ടെ, ദരിദ്രനാകട്ടെ, കുലശ്രേഷ്ഠനാകട്ടെ, കുലഹീനനാകട്ടെ, സമൂഹത്തിന്റെ ഏത് മേഖലകളിൽ വിരാജിക്കുന്ന വ്യക്തിയായിരിക്കട്ടെ, ഒരിക്കൽ മരണത്തെ അത് വരവേൽക്കേണ്ടത് എല്ലാവരുടെയും ജീവിതത്തിൽ അനിവാര്യമായ ഒന്നായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ലോകത്തിലേക്ക് വന്ന മഹാന്മാരായിരിക്കുന്നവർ, വീരപുരുഷന്മാരായി അറിയപ്പെട്ടിരുന്നവർ, രാജ്യങ്ങളെ പിടിച്ചടക്കിയവർ, സാമ്രാജ്യങ്ങളെ നിർമ്മിച്ചവർ, അവരൊക്കെയും ഒരുപക്ഷെ നമ്മൾ വിചാരിച്ച് കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കുമെന്നാൽ അവരെല്ലാവരും കാലയവനികൾക്കുള്ളിൽ
സമയത്തിന്റെ നീക്കത്തിൽ അവർ മാറ്റപ്പെടുവാനിടയായിത്തീർന്നു. ഒരു കാലത്ത് ലോകരാജ്യങ്ങളെ മുഴുവൻ പിടിച്ചെടുക്കുന്ന കൂടുതൽ ശക്തിയുള്ള കൽപ്പുള്ളവനായി കടന്നു വന്ന അലക്സാണ്ടർ ദി ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ, സമുദ്രത്തെ നോക്കിയതിന് ഈ പ്രകാരം വിളിച്ചു പറയാനിടയായിരുന്നു: അല്ലയോ മഹാസമുദ്രമേ, നീ ഒരു കരഭൂമിയായിരുന്നെങ്കിൽ ഞാൻ നിന്നെയും പിടിച്ചെടുക്കുമായിരുന്നു എന്ന് ആ തന്റെ ശക്തിയുടെ വലുപ്പത്തിൽ ആത്മവിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞ മഹാനായ അലക്സാണ്ടർ തന്റെ 33-ാമത്തെ വയസ്സിൽ ഈ ഒരു ജ്വരം പിടിപെട്ട് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായിത്തീർന്നു. യൂറോപ്പിലെ മറ്റൊരു കാലത്തെ ഭയപ്പെടുത്തിയ നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്ന സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥനായിരിക്കുന്നവൻ, അല്ലെങ്കിൽ ചക്രവർത്തിയായിരിക്കുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടും സെന്റ് ഹെലീന ദ്വീപിൽ വെച്ച് മരണത്തെ പുൽകുവാനിടയായിത്തീർന്നു. എന്തിനധികം പറയണം, ഒരു കാലത്ത് ഈ വീരങ്ങളുടെ നൃത്തം ഹരമായിരുന്ന മൈക്കൽ ജാക്സൺ എന്ന് പറയുന്ന പോപ്പ് ഗായകൻ, ഒരിക്കലും മരിക്കാൻ ആഗ്രഹിക്കാത്ത ആ മനുഷ്യൻ തന്റെ ഓരോ അവയവങ്ങൾക്കും ഓരോരോ ഡോക്ടർമാരെ പ്രത്യേകമായി നിയമിച്ചുകൊണ്ട് മരിക്കാതിരിക്കാൻ വേണ്ടി കാര്യങ്ങളെ താൻ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ തന്റെ 80-ാമത്തെ വയസ്സിൽ മൈക്കൽ ജാക്സണും മരണത്തിന് കീഴ്പ്പെടുവാനിടയായിത്തീർന്നു. കൊട്ടാരമായാലും കുടിലായാലും മണിമേടയായാലും തെരുവോരത്തെ കുടിൽ പാർക്കുന്നവനായാലും എല്ലാ ഭവനങ്ങളിലേക്കും